ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കും. ഫ്രഷ് ടോക്കിലേക്ക് സ്വാഗതം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ മുറ്റത്ത് ധാരാളം മാവുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചുറ്റും തറയൊക്കെ കെട്ടി നമുക്ക് നല്ല തണൽ കിട്ടും. നമ്മളതിൻ്റെ താഴെ പോയി ഇരുന്ന് പഠിക്കാറുണ്ട്. ചിലപ്പോൾ കൂട്ടുകാരൊപ്പം ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാറുണ്ട്. പക്ഷേ ഒരു ദിവസം ശക്തമായൊരു കാറ്റടിച്ച സമയത്ത് അതിലെ ഒരു മരം അതിൻ്റെ തായ്തണ്ട് തന്നെ ഒടിഞ്ഞ് താഴെ. അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ആ തായ്തണ്ടിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയായിരുന്നു. കാര്യം നല്ല വലിപ്പമുള്ള ഒരു മാവാണ്, പക്ഷെ അതിന് ഉള്ളു മുഴുവൻ പൊള്ളയായിരുന്നു. എന്നാൽ പുറമേ ആണെങ്കിലും ഒരു ചെറിയൊരു പോത്, റൗണ്ടിലുള്ള ചെറിയൊരു പോത്, അത് മാത്രം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നീട് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമെന്ന് പറയുന്നത്, ഈ മരം തയ്യായിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് വളർന്നു വരുന്ന സമയം. ഈ തയ്യായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ, ചിലപ്പോൾ ഒരു പക്ഷിയുടെ നഖം കൊണ്ട് പോർന്നതാണ്, ഏതെങ്കിലുമൊക്കെ കാരണവശാൽ അതിന് ചെറിയ മുറിവുകൾ, അതിൻ്റെ തൊലിയിൽ ചെറിയ സ്ക്രാച്ചസ് വീണിട്ടുണ്ടെങ്കിൽ അത് ഈ തൈ വളരുന്നതിനൊപ്പം തന്നെ അതും വളരും. പക്ഷെ പുറമെ കാര്യമായിട്ടൊന്നും കാണത്തില്ല. പക്ഷെ അത് ഉള്ളിലേക്ക് ഒരു കേടായിട്ട് ഇറങ്ങുകയും അത് ആ മരത്തെ മുഴുവൻ, അതിൻ്റെ ഇൻസൈഡ് മുഴുവൻ കാർന്നു നിന്നിട്ടുണ്ടാകും. ഒടുവിൽ ഏതെങ്കിലും ഒരു കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അത് ഒടിഞ്ഞ് താഴെ വരും. ഒടിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹീൽഡ് ആകാത്ത വൂണ്ടുകൾ പാസ്റ്റ് ലൈഫിൽ നമുക്കുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ പ്രശ്നത്തെ മറന്നു കളഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളത് മറ്റ് നിർവാഹങ്ങളില്ലാത്തതുകൊണ്ട് ഇഗ്നോർ ചെയ്ത് അവഗണിച്ച് കളഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ആ മുറിവുകൾ യഥാർത്ഥത്തിൽ ഹീൽഡ് ആയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക്, നമ്മുടെ ഇന്നർ മാനെയൊക്കെ സ്വാധീനിക്കുന്ന അളവിൽ അത് വലിയൊരു വൂണ്ടായി നമ്മുടെ അകത്ത് നിലകൊള്ളും. പുറമേ ആർക്കും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷെ ഇത് പലപ്പോഴും പല തെറ്റായ ഹാബിറ്റ്സായിട്ട്, ക്യാരക്ടേഴ്സായിട്ടൊക്കെ നമ്മളിന്ന് പുറത്തു വരും. ചിലപ്പോൾ ചില രോഗങ്ങളായിട്ട് പുറത്തു വരും. പക്ഷെ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാജഡി, ഒരു ട്രോമ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നാം പോലും അറിയാതെ, നമ്മളറിയണമെന്നില്ല, ഈ സംഭവമാണ് ഇതിൻ്റെയൊക്കെ കാരണം, നമ്മൾ അറിയണമെന്നില്ല, അത് നമ്മുടെ അകത്ത് നമ്മെ കാർന്ന് തിന്നുന്നുണ്ടാവും. ആമേൻ. ഈ ഫ്രഷ് ടോക്കിനകത്ത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ, പോരായ്മകൾ, എടുത്ത തീരുമാനത്തിലെ പാളിച്ചകൾ, അത് നിമിത്തമുണ്ടായ ചില ദുരന്തങ്ങൾ, ചില കൈപ്പേറിയ അനുഭവങ്ങൾ, ഇത് പലപ്പോഴും നിങ്ങളുടെ ഇന്നർ മാനെ കാർന്നു തിന്നുന്നുണ്ട്, ഇന്നർ മാനെ ദുർബലനാക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു ഫ്രഷ് ടോക്കിൽ ഞാൻ പറയുവാണ്, അതിൽ നിന്നെല്ലാം പുറത്തു കിടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ബൈബിളിലെ ഒരു വേഴ്സ് പറയാം. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. പഴയതെല്ലാം, അതെത്ര ഓർക്കാൻ ആഗ്രഹിക്കാത്തത്ര ഭീകരമാണെങ്കിലും അതെല്ലാം കഴിഞ്ഞു പോകും. വൺ കണ്ടീഷൻ, ക്രിസ്തുവിൽ ആയിത്തീരുക. നാം ക്രിസ്തുവിൽ ആയിത്തീരുവാണെങ്കിൽ നമുക്കൊരു പുതിയ സൃഷ്ടിയാകാൻ സാധിക്കും. നമുക്കിപ്പോൾ ഒരിക്കലും പഴയ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റ് അവിടെ പോയി തിരുത്താൻ പറ്റത്തില്ല, ശരിയല്ല, കാരണം കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ ഒരുവൻ ക്രിസ്തുവിലാകുവാണെങ്കിൽ അവൻ്റെ പഴയ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, തെറ്റുകൾ, പാളിച്ചകൾ, അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം പരിഹരിക്കാൻ ക്രിസ്തുവിന് സാധിക്കും. കഴിഞ്ഞു പോയ ജീവിതത്തിലെ തിന്മകൾ, പാളിച്ചകൾ, തെറ്റുകൾ, ഇതൊന്നും നിങ്ങളിനി ഓർക്കരുത്. ഇനി പുതിയ ജീവിതത്തിലേക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള നന്മകൾ, പുതിയ ജീവിതത്തിലേക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള വലിയ ചില കാര്യങ്ങൾ, ഇതിനെല്ലാം സ്വപ്നം കാണുക, അതിനുവേണ്ടി അതിയായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ചുവടുകൾ മുന്നോട്ട് വയ്ക്കുക. ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പല തോൽവികളെയും പിശാച് ഓർമ്മിപ്പിച്ചെന്നിരിക്കാം. അപ്പോൾ എല്ലാം അതിനെ അതിജീവിക്കുക. അതൊരു കാലം, എന്നാൽ ഇതാ എനിക്ക് വിജയത്തിൻ്റെ ഒരു കാലം ആരംഭിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ജയിക്കുക, അതിനെ അതിജീവിക്കുക. ആമേൻ. ഈ ഫ്രഷ് ടോക്കിൽ ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളിത് ചിന്തിക്കുക. നിങ്ങളിങ്ങനെ മുന്നേറുക. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പഴയ തോൽവികളെ ഓർത്ത് ജീവിതം നഷ്ടപ്പെടുത്തരുത്. വിജയത്തിലേക്ക് നോക്കിക്കൊണ്ട് മുന്നേറുക. ഗോഡ് ബ്ലസ് യു.